പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിൻ്റെ പ്രമോ കണ്ടോ? പ്രമോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രമോ ഒന്ന് കാണുക. എന്തൊക്കെയുണ്ടെങ്കിലും സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞൊരു സംവിധായകൻ നമ്മളെ സന്തോഷിപ്പിച്ച പോലെ, നമ്മളെ ചിരിപ്പിച്ച പോലെ, നമ്മളെ ചിന്തിപ്പിക്കുന്ന പോലെ ഒരു സിനിമ എടുക്കാൻ മലയാളത്തിൽ ഇന്നിനി വേറെ ഒരു സംവിധായകനും സത്യൻ അന്തിക്കാടിൻ്റെ പേരിനോട് ചേർത്ത് വയ്ക്കാനായിട്ടില്ല. എൻ്റെ മനസ്സിലില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടനെ വാർത്തെടുക്കുന്നതിലും ആ നടനെ പറ്റിയ കഥാപാത്രങ്ങൾ കൊടുക്കുന്നതിലും സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞുള്ള ഒരു സംവിധായകൻ, അയാളുടെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അദ്ദേഹം ഒരു അപ്ഡേറ്റും ഇല്ല. അദ്ദേഹത്തിന് ഒരു ഗിമ്മിക്സും പടത്തിൽ കാണിക്കുന്നില്ല. എല്ലാം സ്റ്റഡി ക്യാമറ വെച്ചെടുത്ത സീൻസുകൾ മുഴുവനാണ്. ആ നാടോടിക്കാറ്റ് നോക്ക്, ഒരു സർക്കസും കാണിക്കില്ല, ഒന്നും കാണിക്കില്ലല്ലോ. ആ പടം ഇപ്പോഴും നമ്മൾ ടി വിയിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കില്ലേ? അങ്ങനത്തെ ഒരു സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഒരു കാപ്പി കുടിക്കുമ്പോൾ ആ കാപ്പിയിൽ പാൽ ഒഴിച്ചു, അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഇട്ടു, പക്ഷെ അതിൽ പഞ്ചസാര ഇട്ടാലല്ലേ അതിൻ്റെ ഒരു രുചി വരുള്ളൂ. അതേപോലെ തന്നെ മമ്മൂട്ടിയും നമ്മുടെ ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും മോഹൻലാലും ചേർന്നാൽ മാത്രമാണ് അത് നല്ലൊരു കാപ്പിയാവുള്ളൂ. അതിലേക്കിന് നമ്മുടെ ശ്രീനിവാസം പോയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാടിന് കഷ്ടകാല. മൂപ്പരെ മോഹൻലാലിനെ വെച്ചിട്ട് നമ്മുടെ മഞ്ജു വാര്യരും വെച്ച് ഒരു പടം എടുത്തല്ലോ, എന്നും എപ്പോഴെന്ന് പറഞ്ഞിട്ട് എന്തുട്ട സിനിമ, ഒരു പള്ളിപ്പൊളി പടം. ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു. ഒരു ഉണ്ണാക്കനായിട്ടാണ് അതിൽ അഭിനയിച്ചു പോണത്. അതിൽ മഞ്ജു വാര്യരെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേതോ ഒരു പത്രത്തിൽ വന്ന ഏതൊരു പെണ്ണ് തിരുവനന്തപുരത്ത് എന്തോ റിയാക്ട് ചെയ്തൊരു പടത്തിനെ പറ്റിയിട്ട് കഥ ഉണ്ടാക്കി വെച്ചാണ്. അത് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാടിനോട് കഥ എന്താണെന്ന് ചോദിക്കില്ല, അടുത്ത സീൻ എന്താണെന്ന് ചോദിക്കില്ല. അങ്ങനെ പടത്തിൽ മൂപ്പര് വരുന്ന അഭിനയിക്കുന്നത് അതിലെന്തെങ്കിലും ഉണ്ടാവുമെന്ന് മോഹൻലാലിനെ അറിയാം. പക്ഷേ അതൊരു വലിയ കടുങ്കയ്യ മോഹൻലാലിനോട് ചെയ്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസനും മോഹൻലാലും തമ്മിൽ കുറേ കാലങ്ങളോടെ മിണ്ടാണ്ടിരിക്കുകയാണ്. സംസാരമില്ല അവർ തമ്മിൽ. ആ ഒരു സിനിമയുടെ പേരിൽ മോഹൻലാലിനെ കളിയാക്കി മൂപ്പര് ഒരു സിനിമ എടുത്തു. ആ സിനിമയുടെ പേരിൽ അവർ തമ്മിൽ ഇടഞ്ഞു നിൽക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് അസുഖം വന്നതിന് ശേഷമാണ് അവർ പിന്നെ ഒന്ന് സംസാരിച്ചത്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സത്യൻ അന്തിക്കാടിന് ഏറ്റവും വലിയ ഡാമേജ് പറ്റിയത്. ശ്രീനിവാസൻ ഇല്ലാത്തൊരു സത്യൻ അന്തിക്കാടിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ശ്രീനിവാസനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45 കൊല്ലം മുമ്പാണ് എലൈറ്റിൽ വെച്ചിട്ട്, എലൈറ്റ് ഇന്റർനാഷണൽ തൃശ്ശൂർ വെച്ചിട്ട്, അവിടെ 458 നമ്പർ റൂമിൽ ഒരു കാപ്പിക്ക് ഓർഡർ വരികയാണ്. ആ കാപ്പി അങ്ങോട്ട് കൊണ്ട് ചെല്ലണം. അന്ന് ശ്രീനിവാസന് വലിയ പേരുമില്ല. ശ്രീനിവാസൻ കുറേ പടങ്ങൾ അഭിനയിച്ച് നമുക്കറിയാം ശ്രീനിവാസനാണ്. ആ കാപ്പിയും കൊണ്ട് ചെന്നപ്പോൾ ഒരു സിംഗിൾ റൂം, ഒരു വൃത്തിയില്ലാത്ത വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്ത റൂമാണ്. അപ്പോൾ പൈസ വളരെ കുറഞ്ഞ റൂം. ആ റൂമിലാണ് കാപ്പി കൊണ്ട് ചെന്നപ്പോൾ കാണുന്നത് ആരെയാണ്? സർപ്രൈസായിട്ട് നമുക്ക് കാണുന്നത് ശ്രീനിവാസനെയാണ്. അങ്ങനെ ആ കാപ്പി കൊടുത്തു. ഞാൻ ആ റൂമിലൊന്ന് നോക്കി, ഒരു കൊന്ന് കടലാസ് ഉണ്ട്, മൂപ്പരിന്ന് എഴുതുന്നുണ്ട്. അതുമല്ല ആ റൂം മുഴുവൻ ആസ്ട്രൊക്കെ നിറഞ്ഞിട്ട് പിന്നെ ബീഡി വലിച്ചങ്ങോട്ട് തള്ളിയിരിക്കുക. അത്രയധികം ബീഡി വലിച്ചിട്ട് നോക്കുക. അപ്പോൾ മൂപ്പര് അന്ന് തിരക്കഥകൾ എഴുതി പല സംവിധായകർക്കും വിറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. മൂപ്പരെ പേര് വയ്ക്കാറില്ല, അതൊക്കെ ആ സംവിധായകൻ്റെ പേരാണ് വയ്ക്കുന്നത്. അങ്ങനെ അവിടെ വന്നിരുന്നിട്ട് മൂപ്പര് 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. 2 ആഴ്ചയിനുള്ളിൽ മൂപ്പര് ഒരു സിനിമ അവിടെ ഫുള്ളായിട്ട് ഇരുന്ന് എഴുതി കൊണ്ടുപോയി. അങ്ങനെയാണ് മൂപ്പരെ പരിചയമുള്ളത് നമുക്ക്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജീനിയസാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര തലച്ചോറാണ്. അദ്ദേഹത്തിനെ പോലെ കഴിവുള്ളൊരു വ്യക്തി ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടോയെന്ന് കാര്യം സംശയം. അദ്ദേഹം അധികം സിനിമകളൊന്നും ഡയറക്റ്റ് ചെയ്തില്ല. പക്ഷെ അദ്ദേഹം പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടകാലം നമ്മുടെ സത്യൻ അന്തിക്കാടിനാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു നല്ലൊരു പ്രമ പോലും കട്ട് ചെയ്യാനായിട്ട് ഹൃദയപൂർവ്വത്തിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്ര മോശം പ്രമയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ പോലുള്ളൊരു തുടരും കഴിഞ്ഞിട്ട് പിന്നെ വരാം ഓണത്തിന് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. മോഹൻലാലിനോട് പലരും ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ് ഇത് സത്യൻ അന്തിക്കാട് ട്രാക്കല്ല, ട്രാക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഒരിക്കലും അപ്ഡേറ്റ് ആവാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു സംവിധായകനായാലും അപ്ഡേറ്റ് ആവണം. നമ്മളിപ്പോൾ ഒരു മൊബൈൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലോ, ഓരോ ചാനൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലോ. അപ്ഡേഷൻ നടക്കണം. അപ്ഡേഷൻ നടക്കാണ്ട് നമുക്ക് കഥ മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ടെക്നീഷ്യൻ വർക്കും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പോഷായിരുന്നാൽ മാത്രം നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന് കാണാനായിട്ട് ഒരു സുഖം ഉണ്ടാവുള്ളൂ. പണ്ടത്തെ കാലത്ത് നസീറിൻ്റെ കാലത്തെ പടങ്ങൾ പോലത്തെ പടങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് ആൾക്കാർക്ക് എന്തോരം വിഷമമുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ആവാണ്ടിരിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ. സത്യൻ അന്തിക്കാട്
ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റ് ആവണം. ശ്രീനിവാസനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. നല്ല കഥകൾ സെലക്ട് ചെയ്യണം. നല്ല കഥകൾ കിട്ടി കഴിഞ്ഞാൽ നല്ല നമ്മൾക്ക് മോഹൻലാൽ പോലുള്ള നടനൊക്കെ എപ്പോൾ വേണമെങ്കിലും സത്യനന്തിക്കാടിൻ്റെ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണതാണ്. സത്യനന്തിക്കാട് മകൻ്റെ പടം നമ്മൾ കണ്ടു, വരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര നല്ല നടന്മാരാൽ കിട്ടി. സുരേഷ് ഗോപിനെ കിട്ടി, ഭഗത് വാസലിനെ കിട്ടി, ശോഭനനെ കിട്ടി, പിന്നെ കല്യാണിനെ കിട്ടി. എന്നിട്ട് ആ പടം കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് നാരായണക്കല്ല് പറിച്ചില്ലേ. സത്യനന്തിക്കാടിൻ്റെ കുടുംബത്തിൽ നിന്ന് സത്യനന്തിക്കാടിൻ്റെ മകൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. സത്യനന്തിക്കാടിൻ്റെ ഇപ്പോഴത്തെ അതേ ലെവലിലേക്ക് അവരും വരുന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ കഥ സെലക്ട് ചെയ്തതിൽ പോയി. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് നമ്മൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കഥ സെലക്ട് ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സ്റ്റോറി ആയിരിക്കണം. അപ്പോൾ അത് വലിയൊരു പരാജയമാണ്. സത്യനന്തിക്കാടിൻ്റെ തന്നെ ഇങ്ങനൊരു കഥ സെലക്ട് ചെയ്ത് മൂപ്പര സംവിധാനത്തിൽ വിടുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ സത്യനന്തിക്കാടിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആ ഒരു പടത്തിനെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായവും ഇല്ല. അത് വേറെ കാര്യം, അത് പോട്ടെ. ഇനിയും നല്ല പടങ്ങൾ വരാൻ അദ്ദേഹം ചെറുപ്പമാണ്. ഇനിയും വീണ്ടും നല്ല നല്ല പടങ്ങൾ അതിലേക്ക് എടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവട്ടെ. മോഹൻലാൽ വരെ ഡേറ്റ് കൊടുക്കുന്ന ഒരു സംവിധായകനാണ്. സത്യനന്തിക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് ഡേറ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംവിധായകൻ ഇനിയും വളർന്നു വരട്ടെ എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും സത്യനന്തിക്കാടിൻ്റെ മകൾ എന്ന് പറഞ്ഞ് നമ്മുടെ ജയറാമനെ വെച്ചിട്ടൊരു പടം വന്നു. അതും നമ്മുടെ മീര ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നു. അതും 8 നിലയിൽ പൊട്ടി. മോഹൻലാൽ വെച്ചുള്ള പടം 8 നിലയിൽ പൊട്ടി. അതിന് മുമ്പ് ഇറങ്ങിയ പടം പൊട്ടി. അപ്പോൾ 2-4 പടങ്ങൾ പൊട്ടിയിരിക്കുന്ന സമയത്താണ് ഈ ഓണത്തിന് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് പടം വരുന്നത്. മോഹൻലാലിൻ്റെ മകൻ ഹൃദയത്തിൽ അഭിനയിച്ചു. ഇപ്പോൾ മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ അഭിനയിക്കുന്നത് അത് സത്യനന്തിക്കാടിൻ്റെ പടത്തിൽ. ഒരുപാട് പ്രതീക്ഷകൾക്ക് ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ പ്രമോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഇത് നന്നാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ മോഹൻലാലിൻ്റെ ഒരു പടം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലങ്ങളൊരു ഗ്യാപ്പ് എടുത്തല്ലോ. മോഹൻലാൽ ആരാണ്, മോഹൻലാലിന് പറ്റിയ കഥാപാത്രം എന്താണെന്നൊക്കെ സത്യേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് സത്യേട്ടൻ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് ഈ പടം ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മോഹൻലാൽ പറയുന്നത്. പക്ഷേ പ്രമ നോക്കിയിട്ട് നമുക്ക് ഒരു സിനിമേനെ കുറിച്ച് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇനിയും പ്രമകൾ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പടം നമ്മളെ തുടരും എന്ന പടം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കണം നമ്മൾ. അത് ഓണാണ്. ഓണത്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ സത്യനന്തിക്കാടിൻ്റെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ തല്ലിപ്പൊളി പടം കണ്ട് ഇറങ്ങി തിയേറ്ററുകാർ വരെ പൂട്ടി പോണ സ്ഥിതിയാണ് വരുന്നത്. അപ്പോൾ ഒരാഴ്ച ഒരു പടം കളിച്ചവനെ 2 ആഴ്ച പൂട്ടിയിട തിയേറ്റർ. അങ്ങനത്തെ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ തുടരും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹൃദയപൂർവ്വം വരുന്നത്. അത് ഒരുപാട് തിയേറ്ററുകാർക്കും പ്രേക്ഷകർക്കും ഒരുപാട് പ്രതീക്ഷകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ ഇല്ലാത്ത കൊണ്ട് നമ്മുടെ സത്യനന്തിക്കാടിൻ്റെ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കോംബോ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് 2-3 സിനിമകളായിട്ട് സത്യനന്തിക്കാടിന് തോന്നിയിട്ടുണ്ട്. അത് ഇതിൽ ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷയോടു കൂടി തന്നെ ഓണത്തിന് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു പടം ഉണ്ടെങ്കിൽ അത് ഹൃദയപൂർവ്വം തന്നെയാണ്. പിന്നെ ഓടും കുതിര ചാടും കുതിര ഭഗതൻ്റെ പടം നമുക്ക് ഒരുപാട് പ്രതീക്ഷിച്ച ഒരു പടമാണ്. അത് നന്നാവുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. ഭഗതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓണക്കാലം എല്ലാ പടങ്ങൾക്കും കളക്ഷൻ കിട്ടട്ടെ, എല്ലാ തിയേറ്ററുകളും ഉണരട്ടെ, എല്ലാ സിനിമ എടുത്ത എല്ലാ പ്രൊഡ്യൂസർമാരും കീശ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.